തിരുവനന്തപുരം പാപ്പനംകോട് തീപിടുത്തത്തിൽ വഴിത്തിരിവ്. കൊല്ലപ്പെട്ട വൈഷ്ണയെ കത്തികൊണ്ട് കുത്തിയ ശേഷം തീ കൊളുത്തി കൊന്നതാകാം എന്നാണ് പോലീസിന്റെ നിഗമനം. മരിച്ച രണ്ടാമത്തെയാൾ വൈഷ്ണയുടെ രണ്ടാം ഭർത്താവ് ബിനുകുമാർ എന്നാണ് സൂചന. ഇന്നലെ ഉച്ചയോടെയാണ് പാപ്പനംകോട്ടെ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ ഏജൻസി ഓഫീസിൽ തീപിടുത്തമുണ്ടായത്. വൻ പൊട്ടിത്തെറി കേട്ടെന്നും പിന്നാലെ സ്ഥാപനത്തിൽ നിന്ന് തീയും പുകയും ഉയർന്നു കണ്ടുവെന്നുമാണ് സമീപവാസികളുടെ മൊഴി. തുടർന്ന് തീ അണച്ചതോടെയാണ് കത്തി നശിച്ച സ്ഥാപനത്തിനുള്ളിൽ നിന്ന് 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. മരിച്ചവരിൽ ഒരാൾ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ തിരുവനന്തപുരം തോന്നയ്ക്കൽ സ്വദേശിനി വൈഷ്ണയാണെന്ന് പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കണ്ടെത്തി. രണ്ടാമത്തെ ആൾ പുരുഷനെന്ന് കണ്ടെത്തിയെങ്കിലും ആരെന്ന് തിരിച്ചറിയാൻ നടത്തിയ അന്വേഷണത്തിലാണ് തീപിടുത്തം ആസൂത്രിതമെന്ന സംശയത്തിലേക്ക് പോലീസിനെ നയിച്ചത്. ഇന്നലെ രാവിലെ വൈഷ്ണയുടെ രണ്ടാം ഭർത്താവ് തിരുവനന്തപുരം നരുവാമൂട് സ്വദേശി ബിനുകുമാർ സ്ഥാപനത്തിലെത്തി ബഹളമുണ്ടാക്കിയെന്ന സംശയത്തോടെ പോലീസ് ഇയാളെ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങി. എന്നാൽ ഇന്നലെ രാവിലെ മുതൽ ഇയാളെ കാണാനില്ല എന്നും ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നുമുള്ള വിവരങ്ങളാണ് ലഭിച്ചത്. ഇതോടെ കൊല്ലപ്പെട്ട രണ്ടാമത്തെയാൾ ബിനുകുമാർ തന്നെയാണോ എന്ന സംശയത്തിലായി പോലീസ്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ കത്തിക്കരിഞ്ഞ സ്ഥാപനത്തിൽ നിന്ന് ഒരു കത്തിയും ഒഴിഞ്ഞ കുപ്പിയും കണ്ടെടുത്തു. വൈഷ്ണയെ കുത്തി കൊലപ്പെടുത്തിയ ശേഷം കുപ്പിയിൽ കരുതിയിരുന്ന പെട്രോളോ മണ്ണെണ്ണയോ ഒഴിച്ച് തീ കൊളുത്തിയതാകാമെന്നാണ് പോലീസ് കരുതുന്നത്. എന്നാൽ CCTV ദൃശ്യങ്ങളിൽ വേണ്ടത്ര തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ പുരുഷന്റെ മൃതദേഹം ആരുടേതെന്ന് കണ്ടെത്താൻ DNA പരിശോധന നടത്താനുള്ള നീക്കത്തിലാണ് പോലീസ്. ഇതിനിടെ ഇന്ന് വൈഷ്ണയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകും. മീഡിയ 1 തിരുവനന്തപുരം.